2024 മെയ് 2-ാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പ്രിയ ബഹുമാനപ്പെട്ട ഡീക്കൻ ജോസഫ് തേർമഠം അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരികയാണ്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ബ്രദർ ജോസഫ് തേർമഠം ഈശോയുടെ പ്രിയപ്പെട്ടവനായി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്ന ഈ നിമിഷം. ജന്മന കേൾവിശക്തിക്കും സംസാരശക്തിക്കുമുള്ള പരിമിതികളെ അതിജീവിച്ച് ദൈവം ഇഷ്ടപ്പെട്ട് ഡീക്കൻ ജോസഫ് തേർമഠത്തിനെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ കേൾവി സംസാര പരിമിതികളുള്ള ഈ ലോകത്തിലെ ഒരുപാട് മക്കൾക്ക് ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള വലിയൊരു ചരിത്ര നിയോഗം, ദൈവിക ദൗത്യം ഡീക്കൻ സ്വീകരിക്കുകയാണ്. പരിമിതികളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ അൾത്താരയിലേക്ക് ഒരു പുരോഹിതനും കൂടി. ഡീക്കൻ ജോസഫ് തേർമഠം. പുത്തമ്പള്ളി ഇടവകാംഗമായ തേർമഠം തോമസ് റോസി ദമ്പതികളുടെ 2ാമത്തെ മകനായ ഡീക്കൻ ജോസഫ് തേർമഠം ഈ വരുന്ന മെയ് 2-ന് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ കൈവെപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഡീക്കൻ്റെ പൗരോഹിത്യ ദൈവവിളിയുടെ വഴിത്താരകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ ഒരു പൗരോഹിത്യ ദൈവവിളിയിലേക്കുള്ള തുടക്കം വളരെ കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതോ അതുമായി പള്ളിയും കുടുംബവുമായി ഒരുപാട് പ്രാർത്ഥനാന്തരീക്ഷത്തിൽ വളർന്നു വന്ന് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ദൈവവിളിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ എന്താണ് ഡീക്കൻ്റെ ഈ ഒരു പൗരോഹിത്യ ദൈവവിളി തിരഞ്ഞെടുക്കുവാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഇതിനെ ഇൻസ്പയർ ചെയ്ത ഘടകങ്ങളൊക്കെ എന്തെല്ലാമെന്ന് ഈ സമയം ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? ചെറുപ്പം മുതലേ തന്നെ ഞാൻ തൃശ്ശൂരിലുള്ളൊരു വ്യക്തി തന്നെയാണ്. അതെ, ഞാനിവിടെ നിന്ന് ബോംബെയിലോട്ട് പോയി പേരൻസിനോടൊപ്പം തന്നെ പോയതാണ്. അവിടെ പോയി വിദ്യാഭ്യാസമെല്ലാം നേടി ഒരു ഡെഫായിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. ദൈവത്തിൻ്റെ ഒരു വിളി എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് ചെറുപ്പം മുതലേ തന്നെ നല്ലൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഡെഫായിട്ടൊരു വ്യക്തിയാണല്ലോ, എനിക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ വളരെ സൈലൻ്റായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു, മനസ്സിനകത്ത് അത് സൂക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാറ്റഗിസം പഠിക്കുവാനായിട്ട് പോയി. കാറ്റഗിസം പഠിച്ചതിന് ശേഷം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലുള്ള ദൈവവിളികൾ ധാരാളമുണ്ട് എന്നും, അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വോയിസ് ഔട്ട് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു. മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അതെ, അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരാദ്യം തന്നെ ഇത് കേട്ടപ്പോൾ അവർക്ക് ആശ്ചര്യമായി തോന്നി. എങ്ങനെയാണ് ഒരു പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് വൈദികനാകാൻ സാധിക്കുന്നതെന്ന് അവർ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ബ്രദർ അങ്ങനെ തന്നെ സൈലൻ്റായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ തൻ്റെ പഠനം വീണ്ടും തുടർന്ന് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഡീക്കൻ ജോസഫ് അറിയുന്നത് കാഴ്ച പരിമിതിയുള്ള ഒരാൾ വൈദികനായി എന്നുള്ളത്. ഫാദർ വിൽസൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അത് മനസ്സിലായപ്പോൾ എനിക്കും ഒരു വൈദികനാകാൻ സാധിക്കും എന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും പേരൻസിനോട് വീണ്ടും തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പേരൻസ് പറഞ്ഞു ഓക്കെ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ബോംബെയിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വികാരിയച്ഛനുമായിട്ട് അവർ സംസാരിച്ചു. വികാരിയച്ഛൻ ഇതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷമാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സ്റ്റാലിൻ, അതെ, ഞങ്ങളെല്ലാവരും നല്ലൊരു സ്ട്രോങ് കാത്തലിക്സ് ആണ്. അതെ, ഇതിനെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എനിക്കൊരു അങ്കിളുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വൈദികരൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു എവിടെ എനിക്ക് എൻ്റെ ഈ ആഗ്രഹം സഫലമാക്കാൻ സാധിക്കും, ഇന്ത്യയിൽ എവിടെ കിട്ടും എന്നൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ആ സമയത്തൊന്നും ഇതിനുള്ള അവസരമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ സ്റ്റാലിൻ എന്ന് പറയും, അദ്ദേഹം അമേരിക്കയിൽ പഠിക്കാനായി പോയി.
അവിടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു അച്ഛനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ, ഫാദർ ജോയ് എന്ന് പറയുന്ന ഒരു അച്ഛനോട് സംസാരിക്കുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ കേരളത്തിൽ ഹോളി ക്രോസ് സഭ ഡെഫ് മിനിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്, അവരിവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അവരിൽ വൈദികരാകുവാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ എല്ലാം അവർ കാണുകയും അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ലഭിച്ചു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതെ അപ്പോൾ ആ സമയത്ത് തന്നെ ഇദ്ദേഹം ഓൾറെഡി ഒരു അസോസിയേഷനിലായിരുന്നു. ആ അസോസിയേഷൻ്റെ പേര് ഡൊമിനിക്കൻ എന്ന അസോസിയേഷൻ ആയിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിക്കുമായിരുന്നു ആ സമയത്ത്. പക്ഷേ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു. അത് കാരണം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഹോളി ക്രോസിനെ പരിചയപ്പെടുകയും ഹോളി ക്രോസ് മിനിസ്ട്രിയെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഫാദർ ബിജുവിനെ കാണാനിടയായി. ഫാദർ ബിജു വിളിച്ചു, വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു, ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഹോളി ക്രോസ് എന്ന സഭയെക്കുറിച്ച് അറിയുകയും ആ സഭയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഹോളി ക്രോസ് സഭ ബധിരരായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തും ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരിലേക്ക് എത്തിച്ചേരുവാൻ, ആ സമൂഹത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വഴിത്തിരിയിലേക്ക് വന്നത്. അതെ, അങ്ങനെ ഞാൻ ഇപ്പോഴും അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ കാൽവെപ്പുകളും പുതിയ പ്രതീക്ഷകളുടെ വാതായനങ്ങൾ തുറന്നിടുകയാണ്. ഈ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് ദൈവജനത്തിന് നൽകുവാനായിട്ടും ദൈവജനത്തിനിടയിൽ എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്യുവാനുമാണ് ഇപ്പോഴുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്? ഇന്ത്യയിൽ ധാരാളം ബധിരരായിട്ടുള്ള സഹോദരങ്ങളുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ ആത്മീയമായ കാര്യങ്ങളിലും വിശുദ്ധമായ കാര്യങ്ങളിലും ഇതുവരെയും പൂർണ്ണമായി എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് ബ്രദർ ഡീക്കൻ പറയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഉള്ളതിൽ ധാരാളം പേര് എനിക്കറിയാം. അവരൊക്കെ എല്ലാം നമുക്ക് തൃശ്ശൂരിലുണ്ട്, എറണാകുളത്ത്, ആലപ്പുഴയിൽ, കോട്ടയത്തൊക്കെ എല്ലാം ഹോളി ക്രോസ് ഡെഫ് മിനിസ്ട്രി ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിലൊക്കെ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ബ്രദർ പറയുന്നത്. നമുക്ക് ധാരാളം വർക്ക് ഇവിടെയുണ്ട്. ഡെഫായിട്ടുള്ള സഹോദരങ്ങളെ അവരെല്ലാം ഒന്നിച്ച് ചേർത്ത് ആത്മീയമായിട്ട് വളർത്തേണ്ട ഒരു ആവശ്യം നമുക്കിപ്പോൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ അതിൽ ആദ്യമായിട്ട് കാണുന്നത്. അവരെല്ലാം ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുത്ത് ആത്മീയമായി അവരെ ഉണർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരിതാണ് കൊടുക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ കൂദാശകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൂദാശകൾ പരിക്രമം ചെയ്യുന്നതിനെക്കുറിച്ചും അതിലേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമായിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ എൻ്റെ സഭ ഹോളി ക്രോസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഫാദേഴ്സും ഇതിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സും ഒക്കെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവവിളിയുടെ വിളനിലം കുടുംബമാണല്ലോ. ഈ ഒരു ദൈവവിളി തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ, അപ്പൻ, അമ്മ, സഹോദരൻ, ഇവരുടെയെല്ലാം പ്രോത്സാഹനം എത്തരത്തിലുള്ളതായിരുന്നു? അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളും അവരുടെ സന്തോഷങ്ങളൊക്കെ എപ്രകാരമായിരുന്നു എന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? എൻ്റെ കുടുംബം തുടക്കം മുതൽ തന്നെ ഒത്തിരിയധികം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നെ വിദ്യാഭ്യാസം നൽകുവാനും എനിക്ക് വേണ്ട ഉപദേശം നൽകുവാനും. എന്നെ ഒരിക്കലും ഒരിടത്ത് മാറ്റി നിർത്തിയില്ല എൻ്റെ മാതാപിതാക്കൾ. എന്നെ വളരെ തുല്യമായി തന്നെ കരുതി എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. ഓക്കെ 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 വെറും സാധാരണ ഒരു വിദ്യാഭ്യാസം നൽകി
ഒരു ഭാഗത്ത് മാറ്റി നിർത്താനല്ല എൻ്റെ മാതാപിതാക്കൾ തീരുമാനിച്ച നല്ല ക്വാളിറ്റിയുള്ള ഒരു വിദ്യാഭ്യാസം നൽകി ഉയർത്തുവാനാണ് എൻ്റെ മാതാപിതാക്കൾ അവർ പ്രയത്നിച്ചത്. അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അവരുടെ ഒരു പ്രയത്നം എന്നെ ഒത്തിരി സഹായിച്ചു. എനിക്ക് കൂടുതൽ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ വിശ്വാസവും അതുതന്നെയാണ്. ധാരാളം ഇതുപോലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിലേക്കും നമ്മുടെ ഒരു വെളിച്ചം വീശുവാനുള്ള ഒരു പ്രയത്നമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപ് പരിമിതികളുള്ള ആരെങ്കിലും പുരോഹിതനായിട്ടുണ്ടോ, അതോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ഒരു പൗരോഹിത്യ സ്വീകരണം? ആഗോള കത്തോലിക്ക സഭയിൽ അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് 25ഓളം വൈദികർ, ഡെഫായിട്ടുള്ള ബധിരായിട്ടുള്ള വൈദികർ ഉണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ. അതിനെ തന്നെ കേൾക്കാൻ സാധിക്കാത്ത ബ്രദർമാരും സിസ്റ്റർമാരും ഒക്കെ ആഗോള കത്തോലിക്ക സഭയിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ പരിശ്രമത്തിനൊടുവിൽ അവസാനം ആദ്യമായിട്ടാണ് ഒരു വൈദികൻ ആകുന്നത് ഈ ബധിര സമൂഹത്തിൽ നിന്നും. അതാണ് അദ്ദേഹത്തിന് പറയാൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമുണ്ട് എങ്കിൽ, നമുക്ക് കൂടുതൽ ദൈവവിളികൾ ഉണ്ടെങ്കിൽ ഇത് ഒരാൾ മാത്രമായിട്ട് ഇവിടെ അവസാനിക്കുകയില്ല. വീണ്ടും പുതിയ കൂടുതൽ വൈദിക വിദ്യാർത്ഥികൾ ഈ ബധിര സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും.